ഏതാണ്ട് 30 മിനിറ്റോളം നീളുന്ന അൽ ജസീറ ടിവിക്ക് നൽകിയ അഭിമുഖം ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അനുരാഗ് ചി അദ്ദേഹത്തിൻ്റെ സന്ദേശം കേട്ടാൽ ഒരു ദീർഘമായ യുദ്ധത്തിന് ഇറാൻ ഒരുക്കമാണ് എന്ന തരത്തിലുള്ള നിലപാടുകളാണ് അദ്ദേഹം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ അദ്ദേഹം ലോകത്തോട് ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, യു എസുമായി ഒരു തരത്തിലുള്ള നെഗോസിയേഷനും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. നെഗോസിയേഷൻ എന്നാൽ ഇരുവശത്തും രണ്ട് കക്ഷികളും ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇരുവരും പ്രവർത്തിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ചയെയാണ് നെഗോസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നടക്കുന്നത് വെറും സന്ദേശ കൈമാറ്റങ്ങൾ മാത്രമാണ്. തങ്ങൾക്ക് ചില സന്ദേശങ്ങൾ ഞങ്ങളുടെ സൗഹൃദ രാജ്യങ്ങൾ വഴി തരുന്നു. അത് ചിലപ്പോൾ യുദ്ധങ്ങളെക്കുറിച്ചാവും, ചിലപ്പോൾ വാണിങ്സ് ആവും, ചിലപ്പോൾ അതിന് ഞങ്ങൾ കൊടുക്കുന്ന മറുപടിയാവും. ഇങ്ങനെയുള്ള സംഗതികളല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗോസിയേഷൻസും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടേയില്ല. ഞങ്ങൾ 5 പോയിന്റുകൾ നൽകി എന്ന് പറയുന്നതും വെറും മാധ്യമ സൃഷ്ടി മാത്രമാണ്. അത്തരം പോയിന്റുകളെക്കുറിച്ചൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. യുദ്ധവും അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് നൽകേണ്ട നഷ്ടപരിഹാര തുക ചർച്ച ചെയ്യുന്ന വേളയിലാണ് ഇത്തരം ഗ്യാരണ്ടികളെക്കുറിച്ച് ആലോചിക്കുന്നത്. അതുകൊണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമതായി അദ്ദേഹം പറയുന്നൊരു മേജർ പോയിന്റ് എന്ന് പറയുന്നത് അമേരിക്ക പോലൊരു രാജ്യവുമായി എങ്ങനെ വിശ്വാസപരമായി ഒരു ചർച്ച നടത്താൻ കഴിയും, എങ്ങനെ അവരെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയും. ഞങ്ങൾ 2 തവണയായി 5ഓളം പ്രാവശ്യം 2 വർഷങ്ങളിൽ ഈ അമേരിക്കയുമായി ചർച്ച നടത്തി. ഒരു ഭരണകൂടത്തിൻ്റെ കാലത്ത് ഞങ്ങളൊരു ധാരണയിലെത്തി, ഒരു കരാറുണ്ടാക്കി. ആ കരാറിനെ ഏകപക്ഷീയമായി പിൻവലിക്കുകയായിരുന്നു. 2 തവണ ഞങ്ങളെ ആക്രമിക്കുമ്പോഴും ഈ ആക്രമിക്കുന്ന സമയത്ത് നെഗോസിയേഷൻ എന്ന പേരിൽ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ആക്രമിച്ചത്. ഞങ്ങൾ ഒരു രാജ്യത്തെയും അങ്ങോട്ട് ആക്രമിച്ചില്ല. ഞങ്ങളുടെ അതിർത്തി കടന്നു വന്ന് ഞങ്ങളുടെ മേൽ ആക്രമിക്കുകയായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഉറപ്പ് പോലും അമേരിക്കയുടെ വിഷയത്തിൽ വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു ചർച്ച? അത് ഒരു രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിൻ്റായി ഈ അനുരാഗ് ചി സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട ഈ മേഖലയിലെ മുഴുവൻ അക്രമങ്ങളും അമേരിക്കയും ഇസ്രയേലും അവസാനിപ്പിക്കണം. ഇത് ഇറാൻ്റെ മാത്രം വിഷയമല്ല. അവർ ഇറാനെ ആക്രമിക്കുന്നതോടൊപ്പം ലെബനോൺ ആക്രമിക്കും, അതുപോലെ ഫലസ്തീൻ ആക്രമിക്കും. അങ്ങനെ ആ റീജിയണിൽ മുഴുവൻ അക്രമ പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അക്രമ പ്രവർത്തനത്തിന് കഴിയില്ല. സീസ്ഫയർ എന്ന പേരിലുള്ള വെടിനിർത്തൽ തങ്ങൾക്ക് താല്പര്യമേ ഇല്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു പൂർണ്ണ ഉടമ്പടിയാണ്. ഇനി ഞങ്ങളുടെ മേൽ ആക്രമണം നടത്താൻ വരാൻ പാടില്ല. ഈ മേഖലയിലെ ഒരു രാജ്യങ്ങളെയും ആക്രമിക്കാനും പാടില്ല. അത്തരമൊരു ഉറപ്പിന്മേൽ മാത്രമേ ഇനി ചർച്ചയുള്ളൂ എന്നാണ് അനുരാഗ് ചിയുടെ ഇൻ്റർവ്യൂവിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമിസിനെ കുറിച്ചാണ്. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമിസ് ഒമാനും ഞങ്ങൾക്കും മാത്രം അവകാശമുള്ള ഒരു ഇൻറ്റേർണൽ വാട്ടർ വേസാണ്. അത് ഓപ്പണാണ്, അത് തുറന്നു കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ അതൊരു വാട്ടർ വേ ഓഫ് പീസാണ്, സമാധാനത്തിൻ്റെ ഒരു കടലിടുക്കാണ്. അതിലൂടെ ഒരു കപ്പലുകളും പോകുന്നതിന് തടസ്സമില്ല. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടത്, ഞങ്ങളുടെ ഒരു ഇൻറ്റേർണൽ വാട്ടർ വേസിലൂടെ ഞങ്ങളെ ആക്രമിച്ച ഒരു രാജ്യത്തിൻ്റെ കപ്പൽ കടത്തിവിടുക എന്ന് പറയുന്നത് അനീതിയാണ്. അതുകൊണ്ട് തന്നെ അത് മാത്രമേ ഞങ്ങൾ തടഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാ രാജ്യങ്ങളും അതിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ പലരും പോകാൻ മടിക്കുന്നത് ഇത്ര സംഘർഷാത്മകമായ ഒരു അന്തരീക്ഷത്തിൽ കപ്പൽ കടന്നു പോകുന്നതിനാവശ്യമായ ഇൻഷുറൻസ് തുക വളരെ ഭീമമാണ്. അത് പല രാജ്യങ്ങൾക്കും പല ഷിപ്മെൻറ്റുകൾക്കും താങ്ങാനാവില്ല. അതുകൊണ്ട് തന്നെ അവർ അതിലൂടെ പോകുന്നില്ല. അതിനുത്തരവാദി ഈ സംഘർഷം സൃഷ്ടിച്ചവരാണ്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു ഉറപ്പും നൽകാനാവില്ല. അതിൽ സുപ്രധാനമായ ഒരു ചോദ്യം അൽ ജസീറയുടെ ഇൻ്റർവ്യൂവർ അനുരാഗ് ചിയോട് ചോദിച്ചത്, ഇങ്ങനെ മറൈനുകൾ ഗ്രൗണ്ടിലൂടെ വരുന്നുവെന്നും കരസേന നീങ്ങുന്നുവെന്നും കരയിലൂടെ യുദ്ധം ആരംഭിക്കുന്നു എന്നുമൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, കരയിലൂടെ ഒരു യുദ്ധത്തിന് വരുന്ന മണ്ടത്തരം അമേരിക്ക ഒരിക്കലും കാണിക്കില്ല എന്നാണ് വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ സൈനികർ തയ്യാറാണ്, ഏത് കരയുദ്ധവും നേരിടാനുള്ള തയ്യാറാണ്. വളരെ ഭീകരമായ കാഷ്വാലിറ്റി ആയിരിക്കും സൈന്യത്തിനുണ്ടാവുക, അമേരിക്കയ്ക്കുണ്ടാവുക. അത് താങ്ങാനുള്ള കരുത്ത് അവരെടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 2 തവണ അന്ത്യശാസനങ്ങൾ അവർ പുറത്തിറക്കി.
ഈ അന്ത്യശാസനങ്ങൾക്ക് ശേഷം പിന്നെന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഈ അന്ത്യശാസനത്തെയും ഞങ്ങൾ എല്ലാ തയ്യാറെടുപ്പോടും കൂടിയാണെങ്കിലും കാര്യമായി പരിഗണിക്കുന്നില്ല. ട്രംപ് സംസാരിക്കുന്നത് ഭീഷണിയുടെ സ്വരത്തിലും അന്ത്യശാസനത്തിൻ്റെ സ്വരത്തിലുമാണ്. അയാൾക്ക് ഈ ഇറാനിയൻ കൾച്ചറിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഞങ്ങളുടെ ചരിത്രം പോരാളികളുടെ ചരിത്രമാണ്. ഞങ്ങളുടെ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ചരിത്രം നൂറ്റാണ്ടുകളുടെ പോരാട്ടത്തിൻ്റെ ചരിത്രമാണ്. അതുകൊണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഒന്നിനും കീഴടങ്ങില്ല. അങ്ങനെ ആർക്കും തോൽപ്പിക്കാനാവില്ല. ഞങ്ങൾ ആരെയും അങ്ങോട്ട് കയറി ആക്രമിക്കുന്നില്ല. പക്ഷേ ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നവരെ ഏറ്റവും ധീരമായി നേരിടുക തന്നെ ചെയ്യും എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്.